കേന്ദ്ര ധനമന്ത്രിയുടെയും പ്രായോഗിക രാഷ്ട്രീയക്കാരന്റെയും തിരക്ക് പിടിച്ച ജീവിതം മാറ്റിവെച്ച് പ്രണബ് കുമാർ മുഖർജി രാഷ്ട്രപതി പദവിയിലെത്തിയിട്ട് വ്യാഴാഴ്ച ഒരു വർഷം. ഡൽഹി കൂട്ടമാനഭംഗം, ഉത്തരാഖണ്ഡ് പ്രളയ ദുരന്തം, ആഭ്യന്തര സുരക്ഷ തകർത്ത അജ്മൽ കസബിന്റെയും അഫ്സൽ ഗുരുവിന്റെയും വധശിക്ഷകൾ, രാഷ്ട്രപതി ഭവന്റെ ഇടപെടലുകൾ ഇങ്ങനെ 50 ആണ്ടിന്റെ മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രപതി ഭവന്റെ ആചാരപരമായ പരിമിതികളിലേക്ക് മാറുമ്പോഴും പ്രണബ് മുഖർജി മാറുന്നില്ല. ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ശീലിച്ച പ്രണബ് രാഷ്ട്രപതി ഭവനെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളിലാണ്. പൊതുജനങ്ങൾക്കായി രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ തുറന്നുകൊടുത്താണ് പ്രണബ് ഒരു വർഷത്തെ അധ്യായം എഴുതിയത്. ആഴ്ചയിൽ 3 ദിവസം പൊതുജനങ്ങൾക്ക് രാഷ്ട്രപതി ഭവൻ കാണാൻ അവസരം, പ്രതിമാസ സാംസ്കാരിക പരിപാടികൾ, പുസ്തകശാലകളുടെയും മ്യൂസിയത്തിന്റെയും നവീകരണം തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കിയതായി രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറിയും മലയാളിയുമായ വേണു രാജാമണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഏതൊരു സാധാരണക്കാരനും ഇവിടെ വന്ന് രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കുകയും ഇവിടുത്തെ പ്രധാനപ്പെട്ട മുറികളും മീറ്റിംഗ് സ്ഥലങ്ങളും മ്യൂസിയങ്ങളും എല്ലാം കാണുവാൻ സാധിക്കും. രാഷ്ട്രപതി ഭവനിലെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടിയാണ് 1ാം വാർഷിക ദിനം പ്രണബ് മാറ്റിവെച്ചിരിക്കുന്നത്. അവർക്കായി പ്രണബ് മുഖർജി പബ്ലിക് ലൈബ്രറി എന്ന ഗ്രന്ഥശാലയും ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും രാഷ്ട്രപതി വ്യാഴാഴ്ച തുറന്നു കൊടുക്കും. സംസ്ഥാന ഗവർണർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് പ്രധാന ഔദ്യോഗിക പരിപാടി. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലെത്തിയിട്ടും പ്രണബ് മുഖർജിക്ക് തിരക്ക് കുറയുന്നില്ല. ജനങ്ങളെ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കാനും രാഷ്ട്രപതി ഭവനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള തിരക്ക് തന്നെ. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ക്യാമറാമാൻ വിനോദ് മൊറാഴയ്ക്കൊപ്പം മനോജ് മേനോൻ, മാതൃഭൂമി ന്യൂസ്.